ഇത് തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിനി അനീസിയ. പൊടിയും ചെളിയും പിടിച്ചു കിടന്നിരുന്ന വീടിനു മുകളിലെ ടെറസിനെ വസ്ത്രനിർമ്മാണ യൂണിറ്റാക്കി മാറ്റി വിജയകരമായ സംരംഭത്തിനുടമയായി മാറിയ വീട്ടമ്മ. ഒരു സംരംഭക ആകുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും അറിയുന്നു, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നു, നമുക്കെന്തൊരു വരുമാനം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതായത് കുറച്ച് കുടുംബങ്ങൾ കൂടി ഇതിലൂടെ കഴിഞ്ഞു പോകുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന അനീസിയയ്ക്ക് ചെറുപ്പം മുതലേ തയ്യലിനോടായിരുന്നു പ്രിയം. വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കടന്നുപോകവേ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നുമാണ് നൂറ ഗാർമെന്റ്സ് എന്ന വസ്ത്രനിർമ്മാണ യൂണിറ്റിന് രൂപം നൽകുന്നത്. എന്ത് സംരംഭം ആര് തുടങ്ങുന്നെങ്കിലും അതിനെക്കുറിച്ച് ആദ്യം പഠിക്കണം. ആരെങ്കിലും പറഞ്ഞു ഇന്ന് തുടങ്ങിയാൽ ഭയങ്കര ലാഭകരമായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടാൽ അതൊരു നെഗറ്റീവായിരിക്കും. സംരംഭത്തിൽ നമുക്ക് അറിയാവുന്നൊരു മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. പ്രത്യേകിച്ച് നമുക്ക് വ്യവസായ ഓഫീസിന്റെ ട്രെയിനിങ്, എല്ലാതര ക്ലാസ്സുകളും പ്രതിസന്ധി വന്നാലും ശരി, എന്തായാലും അവരുടെ ട്രെയിനിങ് നമുക്ക് വളരെ വളരെ ഫലപ്രദമാണ്. എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ ഏത് സാറിനെ വിളിച്ചാലും നമുക്ക് ഒരു നല്ല ഫുൾ സപ്പോർട്ടാണ്. മുൻപൊക്കെ സംരംഭം തുടങ്ങാൻ ലൈസൻസിനും പെർമിറ്റിനുമായി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി മടുത്തു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. അനുമതികൾക്കായി വ്യവസായ വകുപ്പിനെ സമീപിച്ചപ്പോൾ സ്വന്തം അനുഭവം എന്തായിരുന്നുവെന്ന് അനീസിയ പറയുന്നത് കേൾക്കുക. പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ പണ്ട് ആൾക്കാർ പറയും കയറി ഇറങ്ങി ലൈസൻസിനായാലും പെർമിറ്റിനായാലും കയറി ഇറങ്ങി മടുക്കുമെന്ന് പറയും. പക്ഷേ ഇപ്പം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലൈസൻസിനും പെർമിറ്റിനും പോയി എനിക്ക് വലിയ സുതാര്യമായിരുന്നു. കാരണം ഒരു സ്ത്രീ സംരംഭം തുടങ്ങാൻ പോകുന്നു എന്നൊരു ബഹുമാനമൊക്കെ തീർച്ചയായിട്ടും എനിക്ക് പഞ്ചായത്തിലായാലും എവിടെയായാലും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ലൈസൻസ് ആയാലും പെർമിറ്റ് ആയാലും എന്ത് ആവശ്യമായാലും നമുക്ക് സർക്കാർ ഓഫീസിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കേരളത്തിലെ വ്യാവസായ അന്തരീക്ഷം പൂർണ്ണമായും നിക്ഷേപ സൗഹൃദമായി മാറിയിരിക്കുന്നു. നൂലാമാലകളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ തളച്ചിടാത്തവണ്ണം സർക്കാർ ഇടപെടൽ കാര്യക്ഷമമായി മാറി. അതിനുദാഹരണമാണ് അനീസിയയുടെ ഈ വാക്കുകൾ.